പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. അക്രമം അവസാനിപ്പിക്കാതെ പാകിസ്ഥാൻ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജെയ്ഷെ ലഷ്കർ താവളങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത്. നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു. റഫാൽ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്തായിരുന്നു ആക്രമണം. പാക് അധീന കശ്മീരിലെ അടക്കം 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു. അവസാനിപ്പിക്കാതെ പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ കശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. പൂഞ്ച് സ്വദേശികളായ കശ്മീരികളാണ് മരിച്ചവരല്ല. 43 പേർക്ക് പരിക്കേറ്റു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രാജ്യത്തെ 5 വിമാനത്താവളങ്ങൾ അടച്ചു. ശ്രീനഗർ, ലേ, ജമ്മു, അമൃത്സർ, ധരംശാല വിമാനത്താവളങ്ങളാണ് അടച്ചത്. ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഇന്ത്യൻ വ്യോമസേന ഏറ്റെടുത്തു. വിമാന സർവീസുകൾ റദ്ദാക്കുകയും നിരവധി സർവീസുകൾ വഴി തിരിച്ചുവിടുകയും ചെയ്തു. പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാനും ഉത്തരവുണ്ട്. ഡോക്ടർമാരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും എല്ലാ അവധികളും റദ്ദാക്കി. കൂടാതെ അവധിയിൽ പോയ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെയും തിരികെ വിളിച്ചിട്ടുണ്ട്. നടന്ന ആക്രമണത്തിനു ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വർദ്ധിക്കുന്നത് നാണക്കേടാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം വളരെ വേഗം അവസാനിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപിന്റെ പ്രതികരണം. കഴിഞ്ഞ 9 വർഷമായി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് പിന്തുണയുമായി ഇസ്രായേൽ. ഭീകരർ ഒളിച്ചിരിക്കാനാകില്ലെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നുവെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂവൻ അസർ പറഞ്ഞു. കടുവയുടെ ജഡം കണ്ടെത്തി. കുളത്തൂപ്പുഴ കല്ലടയാറ്റിൽ പൂമ്പാറയ്ക്ക് സമീപമാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. ഒഴുകിയെത്തിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. കടുവയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അനധികൃത ഇരുമ്പയിര് ഖനനത്തിലൂടെ ഖജനാവിന് 884 കോടിയുടെ നഷ്ടമുണ്ടാക്കിയ കേസിൽ BJP നേതാവും കർണാടക മുൻ മന്ത്രിയുമായ ജി ജനാർദ്ദൻ റെഡ്ഡിക്ക് 7 വർഷം തടവ് ശിക്ഷ വിധിച്ച ഹൈദരാബാദ് പ്രത്യേക കോടതി. 14 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ശിക്ഷ. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ആശങ്ക അറിയിച്ച ചൈന. ഇന്ത്യയുടെ നടപടി ഖേദകരമെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.